ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ലീനിയർ മെഷർമെൻറ്റ് ഡിവൈസസ് ആയ ഡയൽ ഇൻഡിക്കേറ്റർ, ദെൻ മൈക്രോമീറ്റർ, വെർനിയർ കാലിപ്പർ ഒക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയൽ ഇൻഡിക്കേറ്റർ. എന്താണ് ഡയൽ ഇൻഡിക്കേറ്റർ? ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഡയൽ ഇൻഡിക്കേറ്ററിൽ ഒരു പ്ലഞ്ചർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സ്റ്റൈലസ് ഉണ്ടാകും. ദെൻ ഈ കാണുന്ന ഡയൽ, പോയിൻ്റർ, ദെൻ ഇതിനകത്ത് ഒരുപാട് ഗിയേഴ്സ്, പിനിയൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താണ് ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ്? ഈ ഒരു പ്ലഞ്ചർ അതിനുണ്ടാകുന്ന ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പോയിൻ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒന്നാണ് ഡയൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈലസിൻ്റെ ചെറിയ മൂവ്മെൻറ്റ് വരെ മാഗ്നിഫൈ ചെയ്ത് ഈ ഒരു പോയിൻ്റർ കാണിക്കുന്നു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? ആപ്ലിക്കേഷൻ മീൻസ് മേജറായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഡയൽ ഇൻഡിക്കേറ്റർ കമ്പാരേറ്ററായി കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതോടൊപ്പം അലൈൻമെൻറ്റ് പർപ്പസ്, മെഷീൻ ടൂൾസായ ലേത്ത്, മില്ലിംഗ്, ഡ്രില്ലിംഗ്, ഷേപ്പിംഗ് മെഷീൻ, അങ്ങനെയുള്ള മെഷീൻസിൻ്റെ അലൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയും ഈ ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സർഫസ് ആണ്. ഈ സർഫസ് എത്രത്തോളം ഫ്ലാറ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പ്ലഞ്ചർ ഈ സർഫസിൽ കൂടെ മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ സർഫസിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. സർഫസ് വളരെ റഫ് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. സർഫസ് വളരെ സ്മൂത്ത് ആണ്, ഫ്ലാറ്റ് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസ് വളരെ കുറവായിരിക്കും. എനിവേ, ഈ ഒരു ഡയൽ ഇൻഡിക്കേറ്റർ ഈ സർഫസിലൂടെ മൂവ് ചെയ്യാൻ നേരത്ത് ഇത് സംഭവിക്കും. സർഫസിൻ്റെ റഫ്നെസ്സിനനുസരിച്ച് ഈ പ്ലഞ്ചറിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകും. നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റൈലസിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകാം. ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയലിൽ പോയിൻ്റർ മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പോയിൻറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് വെച്ചുകൊണ്ട് സർഫസ് എത്രത്തോളം റഫാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ അടുത്ത ഒരു എക്സാമ്പിളാണ് അലൈൻമെൻറ്റ് പർപ്പസ്. അതിനും ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ലേത്തിലെ സ്പിൻഡിലാണിത്. സ്പിൻഡിൽ ചക്കുണ്ട്. ആ ചക്കിലേക്കാണ് നമ്മൾ വർക്ക് പീസ് കണക്ട് ചെയ്യുക. അപ്പോൾ വർക്ക് പീസിൻ്റെ ആക്സിസ് എന്താണോ ആ ആക്സിസും സ്പിൻഡിൽ ആക്സിസും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? വർക്ക് പീസ് എസെൻട്രിക് ആയിട്ടായിരിക്കും കറങ്ങുക. മീൻസ് സ്പിൻഡിൽ ആക്സിസും വർക്ക് പീസ് ആക്സിസും തമ്മിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ട് എങ്കിൽ വർക്ക് പീസ് എസെൻട്രിക് ആയിട്ടായിരിക്കും കറങ്ങുക. അപ്പോൾ അത് അങ്ങനെ ഒരു എസെൻട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. അപ്പോൾ എങ്ങനെ അറിയാൻ സാധിക്കും? നമ്മൾ ഡയൽ ഇൻഡിക്കേറ്റർ ഈ ഒരു വർക്ക് പീസിൻ്റെ സർഫസിലായിട്ട് കോണ്ടാക്റ്റിൽ വരുത്തുന്നു. ദെൻ അതിന് ശേഷം സ്പിന്നിൽ കറക്കുന്നു. സ്പിന്നിൽ കറക്കുമ്പോൾ എസെൻട്രിക് ആയിട്ടാണ് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയൽ ഇൻഡിക്കേറ്ററിൽ റീഡിങ് കാണിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അലൈൻമെൻറ്റ് പർപ്പസിനും ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. എനിവേ, എന്താണ് ഡയൽ ഇൻഡിക്കേറ്റർ? Dial indicators are small indicating devices using mechanical means such as gears and pinions or levers for magnification system. അപ്പോൾ പ്ലഞ്ചറിൻ്റെ ഒരു മൂവ്മെൻറ്റ് അതിനെ ഗിയേഴ്സും പിനിയൻസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മാഗ്നിഫൈ ചെയ്ത് പോയിൻ്ററിൻ്റെ മൂവ്മെൻ്റ് ആക്കി കാണിച്ചുകൊണ്ട് മെഷർമെൻ്റ് എടുക്കുന്നു. ദെൻ ദ ഡയൽ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ ടു 100 ഡിവിഷൻസ്. അപ്പോൾ ഈ കാണിക്കുന്ന ഡയൽ 100 ഡിവിഷൻസ് ആയിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ എ ഫുൾ റവല്യൂഷൻ ഓഫ് ദ പോയിൻ്റർ എബൌട്ട് ദിസ് സ്കെയിൽ കറസ്പോണ്ട്സ് ടു 1 mm ട്രാവൽ ഓഫ് ദ പ്ലഞ്ചർ. അപ്പോൾ പ്ലഞ്ചറിൻ്റെ 1 mm ട്രാവൽ എന്ന് പറയുന്നത് എ ഫുൾ റവല്യൂഷൻ ഓഫ് ദ പോയിൻ്റർ ആണ്. ദസ് എ ടേൺ ഓഫ് ദ പോയിൻ്റർ by 1 scale division represents a plunger traveler of 0.01 mm. അപ്പോൾ ഒരു ഡിവിഷൻ പോയിൻ്റർ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലഞ്ചർ 0.01 mm ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഡയൽ ഇൻഡിക്കേറ്റർ. ഈ കാണുന്നെല്ലാം ഡയൽ ഇൻഡിക്കേറ്റേഴ്സാണ്. ദെൻ അവിടെ ഒരു സ്പിൻഡിലുണ്ട്. ദെൻ പോയിൻ്റർ, ഇതാണ് ഗ്രാജുവേറ്റഡ് സ്കെയിൽ. 0 to 100 വരെയുള്ള ഡിവിഷൻസ് ഉള്ള ഗ്രാജുവേറ്റഡ് സ്കെയിൽ.
The dial indicator measures the displacement of its plunger or a stylus on a circular dial by means of a rotating pointer. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലഞ്ചർ അല്ലെങ്കിൽ സ്റ്റൈലസ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന പോയിൻ്ററായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് റീഡിങ്സ് എടുക്കുന്നു. ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ വെരി സെൻസിറ്റീവ് ആൻഡ് വെർസറ്റൈൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഡയൽ ഇൻഡിക്കേറ്റർ. അതായത് സ്റ്റൈലസിൻ്റെ ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും മാഗ്നിഫൈ ചെയ്ത് പോയിൻ്ററിലേക്ക് എത്തിക്കും. ദെൻ യൂസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിറ്റർമൈനിങ് എറേഴ്സ് ഇൻ ജിയോമെട്രിക്കൽ ഫോംസ്, ദെൻ ഡിറ്റർമൈനിങ് പൊസിഷണൽ എറേഴ്സ് ഓഫ് സർഫസസ്, ടേക്കിംഗ് ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ് ഓഫ് ഡിഫോർമേഷൻ, കമ്പയറിങ് ടു ഹൈറ്റ്സ് ഓർ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ നാരോ ലിമിറ്റ്സ്. അപ്പോൾ കമ്പയറേറ്റർ. ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അലൈൻമെൻറ്റുകൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യും, മില്ലിങ്ങിലെ, ഷേപ്പിങ്ങിലെ, അതുപോലെ തന്നെ ലേത്തിലെയൊക്കെ. ദെൻ വർക്കിംഗ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എ വെരി സ്ലൈറ്റ് അപ്വാർഡ് പ്രഷർ ഓൺ ദ സ്പിൻഡിൽ അറ്റ് ദ കോണ്ടാക്ട് പോയിന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ത്രൂ എ സിസ്റ്റം ഓഫ് ഗിയേഴ്സ് ആൻഡ് ലിവേഴ്സ്. അപ്പോൾ പ്ലഞ്ചറിൻ്റെ ഒരു ചെറിയ മൂവ്മെൻറ്റിനെ പോയിൻ്ററിൻ്റെ റോട്ടറി മൂവ്മെൻ്റ് ആക്കാൻ വേണ്ടി ഗിയേഴ്സും പിനിയൻസും ലിവേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുക. ദെൻ വർക്കിംഗ് മെക്കാനിസം ഓഫ് എ ഡയൽ ഇൻഡിക്കേറ്റർ. ഇവിടെ ഈ കാണുന്നതാണ് പ്ലഞ്ചർ. ദെൻ പ്ലഞ്ചറിൽ ഒരു റായ്ക്കുണ്ട്. ഈ റായ്ക്കുമായിട്ട് മെഷ് ചെയ്തിരിക്കുകയാണ് പിനിയൻ P1. അപ്പോൾ പ്ലഞ്ചറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് പിനിയൻ റൊട്ടേറ്റ് ചെയ്യും, പിനിയൻ P1 റൊട്ടേറ്റ് ചെയ്യും. പിനിയൻ P1ഉം ഗിയർ G1ഉം ഒരേ ഷാഫ്റ്റിലാണ്. സോ പിനിയൻ P1 കറങ്ങുമ്പോൾ ഗിയർ G1ഉം കറങ്ങും. ദെൻ ഗിയർ G1 പിനിയൻ P2 ആയിട്ട് മെഷ് ചെയ്തിരിക്കുന്നു. സോ ഗിയർ G1 കറങ്ങുമ്പോൾ പിനിയൻ P2 കറങ്ങുന്നു. പിനിയൻ P2 ഗിയർ G2 ഒരേ ഷാഫ്റ്റിലാണ്. സോ പിനിയൻ P2 കറങ്ങുമ്പോൾ ഗിയർ G2 കറങ്ങുന്നു. ദെൻ ഗിയർ G2ഉം പിനിയൻ P3 മെഷ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ പിനിയൻ P3യും ഗിയർ 3യും മെഷ് ചെയ്തിരിക്കുന്നു. സോ ഗിയർ 2 കറങ്ങുമ്പോൾ പിനിയൻ P3 കറങ്ങുന്നു. ദെൻ ഗിയർ 3 കറങ്ങുന്നു. ദെൻ ഗിയർ 3യിൽ ഇത്തരത്തിൽ സ്പ്രിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഹെയർ. ആ ഹെയർ ആണ് പോയിൻ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഗിയർ G3 കറങ്ങുന്നതനുസരിച്ച് ഈ ഒരു സ്പ്രിങ്ങിലുണ്ടാകുന്ന ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിൻ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ്. ദെൻ പാർട്സ് ആണ്. സെറ്റ്സ് ഓഫ് ഗിയേഴ്സ് ഉണ്ട്, പിനിയൻസ് ഉണ്ട്, റായ്ക്കുണ്ട്, നമ്മൾ കണ്ടു. ദെൻ പ്ലഞ്ചറുണ്ട്, നീഡിലുണ്ട്. വർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. സ്മോൾ മൂവ്മെൻറ്റ് ഓഫ് ദ കോണ്ടാക്ട് പോയിന്റ് കോസസ് ദ റാക്ക് ടു ടേൺ ദ പിനിയൻ P1 with which it is in mesh. Then a larger gear G1 is attached to the same spindle as pinion P1. അതാണ് നമ്മൾ ഈ ഡയലിൽ കാണുന്നത്. P1ഉം G1ഉം ഒരേ ഷാഫ്റ്റിലാണ്. P1 കറങ്ങിയാൽ G1 കടന്ന് കറങ്ങുന്നു. Then gear G1 further meshes with a pinion P2 which thus magnifies the movement of the pinion P1. Then gear G2 is attached to the second pinion P2, then which meshes with the pinion P3 mounted on the same spindle as the indicator pointer. അപ്പോൾ അതാണ് ഈ ഒരു ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ്. ഇത്തരത്തിൽ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റിനെ ഗിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാഗ്നിഫൈ ചെയ്ത് പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റിലേക്ക് എത്തിക്കുന്നു. ദെൻ നെക്സ്റ്റ് മെഷർമെൻറ്റ് ഡിവൈസ് ആണ് ലീനിയർ മെഷർമെൻറ്റ്, വെർനിയർ കാലിപ്പർ. ഈ കാണുന്നതാണ് വെർനിയർ കാലിപ്പർ. അപ്പോൾ വെർനിയർ കാലിപ്പറിൽ ഒരു മെയിൻ സ്കെയിൽ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഒരു വെർനിയർ സ്കെയിലും ഉണ്ടാകും. ഇതാണ് വെർനിയർ കാലിപ്പറിൻ്റെ ജോസ്. വെർനിയർ കാലിപ്പർ. ദ പ്രിൻസിപ്പിൾ ഓഫ് വെർനിയർ ഈസ് ദാറ്റ് വെൻ ടു സ്കെയിൽസ് ഓർ ഡിവിഷൻസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഇൻ സൈസ് ആർ യൂസ്ഡ്. അപ്പോൾ വെർനിയർ കാലിപ്പറിന് നമ്മൾ രണ്ട് സ്കെയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ദ വെർനിയർ കാലിപ്പർ എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് 2 steel rules
and these can slide along each other. One of the scales, that is main scale, is engraved on a solid L-shaped frame. അപ്പോൾ ഈ കാണിക്കുന്ന മെയിൻ സ്കെയിൽ, ആ മെയിൻ സ്കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ വെർനിയർ സ്കെയിൽ ഈ ഒരു ഫ്രെയിമിലേക്ക്, ഒരു മൂവബിൾ ആയിട്ടുള്ള ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ വൺ എൻഡ് ഓഫ് ദ ഫ്രെയിം കണ്ടെയ്ൻസ് എ ഫിക്സഡ് ജോ. അപ്പോൾ വെർനിയർ കാലിപ്പറിൻ്റെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൂവബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സെക്ഷൻ ഫിക്സഡ് ആണ്. അപ്പോൾ മെയിൻ സ്കെയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള ജോസിലേക്കായിരിക്കും മെയിൻ സ്കെയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് മൂവബിൾ ആയിട്ടുള്ള ജോസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്പർ ജോസ്, ലോവർ ജോസ്, വെർനിയർ സ്കെയിൽ, മെയിൻ സ്കെയിൽ, ലോക്ക്നെറ്റ് ആണ്. ഈ മൂവബിൾ ആയിട്ടുള്ള ഈ ഒരു വെർനിയർ സ്കെയിലിനെ ലോക്ക് ചെയ്യാനുള്ള ലോക്ക്നെറ്റ് ആണ് ഇത്. ദെൻ ഡെപ്ത് റോഡ്, ഡെപ്ത് മെഷർ ചെയ്യാനുള്ള ഡെപ്ത് റോഡ്. എ സ്ലൈഡിംഗ് ജോ വിച്ച് മൂവ്സ് അലോങ് ദ ഗൈഡിംഗ് സർഫസ് പ്രൊവൈഡ് ബൈ ദ മെയിൻ സ്കെയിൽ ഈസ് കപ്പിൾ ടു എ വെർനിയർ സ്കെയിൽ. ഇപ്പോൾ സ്ലൈഡിംഗ് ജോ ഉണ്ട്. അപ്പോൾ ആ സ്ലൈഡിംഗ് ജോ ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുക. ദെൻ ഔട്ട്സൈഡ് ജോസ് ഉണ്ട്. ഔട്ട്സൈഡ് ജോസ് എന്തിനാണ്? യൂസ് ടു മെഷർ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓർ വിഡ്ത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇതാണ് ഔട്ട്സൈഡ് ജോസ്. ദെൻ ഇൻസൈഡ് ജോസ് യൂസ് ടു മെഷർ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇതാണ് ലോവർ ജോസ്. ഈ ലോവർ ജോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡയമീറ്റേഴ്സ് മെഷർ ചെയ്യാം. അപ്പർ ജോസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റേണൽ ആയിട്ടുള്ള ഡയമീറ്റേഴ്സ് മെഷർ ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ ഔട്ട്സൈഡ് ജോസും ഇൻസൈഡ് ജോസുമായിട്ട് പറഞ്ഞിരിക്കുക. ഔട്ട്സൈഡ് ജോസ് യൂസ് ടു മെഷർ എക്സ്റ്റേണൽ ഡയമീറ്റർ, ഇൻസൈഡ് ജോസ് യൂസ് ടു മെഷർ ഇന്റേണൽ ഡയമീറ്റർ. ദെൻ ഡെപ്ത് പ്രോബ്. ഡെപ്ത് പ്രോബ് എന്തിനാണ്? യൂസ് ടു മെഷർ ദ ഡെപ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ ഹോൾ. അപ്പോൾ ഇതാണ് ഡെപ്ത് റോഡ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹോളിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാൻ സാധിക്കും. ദെൻ മെയിൻ സ്കെയിൽ ആൻഡ് വെർനിയർ സ്കെയിൽ. ഇനി ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ. ഒരു വെർനിയറിലെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ദെൻ വാല്യൂ ഓഫ് സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് 1 mm ആണ്. ദെൻ 50 ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ കോയിൻസൈഡ്സ് വിത്ത് 49 ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിൽ. അപ്പോൾ വെർനിയർ സ്കെയിലിൽ 50 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ വെർനിയർ സ്കെയിൽ നമ്മൾ വെർനിയർ സ്കെയിലിലെ 0യും മെയിൻ സ്കെയിലിലെ 0യും കോയിൻസൈഡ് ചെയ്ത് ചേർത്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വെർനിയർ സ്കെയിലിലെ 50ാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് കോയിൻസൈഡ്സ് വിത്ത് മെയിൻ സ്കെയിലിലെ 49ാമത്തെ ഡിവിഷനാണ്. അപ്പം അതുകൊണ്ട് ദ വാല്യൂ ഓഫ് സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് 49/50 mm ആണ്. ദെൻ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ മെയിൻ സ്കെയിൽ മൈനസ് സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ വെർനിയർ സ്കെയിൽ. മെയിൻ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ഉം വെർനിയർ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 49/50 mm ആണ്. സോ 1 - 49/50 = 0.02 mm. അപ്പോൾ വെർനിയർ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 mm. ഇനി എങ്ങനെയാണ് നമുക്ക് വെർനിയർ സ്കെയിലിൽ റീഡിങ്സ് എടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഓൾറെഡി ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നുള്ളത് പറഞ്ഞു, 0.02 mm. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ സ്കെയില്, ഇതാണ് വെർനിയർ സ്കെയില്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ വെർനിയർ സ്കെയിലിലെ 0 എന്ന് പറയുന്നത് എത്രാമത്തെ ഡിവിഷനുമായിട്ടാണ്, മെയിൻ സ്കെയിലിലെ ഡിവിഷൻ കഴിഞ്ഞിട്ടാണോ ഉള്ളത് നമ്മൾ നോക്കുക. അതായത് മെയിൻ സ്കെയിലിലെ 13 13ഉം 14ഉം 13th and 14th ഡിവിഷൻ ഇടയ്ക്കാണ് വെർനിയർ സ്കെയിലിലെ 0 വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 13+ സംതിങ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ആ 13+ ബാക്കിയുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യും? ദെൻ നമ്മൾ നോക്കേണ്ടത് വെർനിയർ സ്കെയിലിലെ ഏത് ഡിവിഷനാണ് മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് എന്ന് നോക്കണം. അപ്പോൾ വെർനിയർ സ്കെയിലിലെ 21ാമത്തെ ഡിവിഷൻ, അതായത് 0,
1, 2, 3, 4, 5. ഇത് 5 ഡിവിഷൻ. 5, 10, 15, 20. വെർനിയർ സ്കെയിലിലെ 21ാമത്തെ ഡിവിഷനാണ് മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 13 + 21 × 0.02. 0.02 എങ്ങനെയാണ് വന്നത്? വെർനിയർ സ്കെയിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.02 ആണ്. അപ്പോൾ 21 + × 0.02. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13.42 mm ആണ് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. ദെൻ അത് തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേ വേറൊരു എക്സാമ്പിളാണ് വെർനിയർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത്. ഇതെല്ലാം ഈ ആനിമേഷൻസ് എല്ലാം കാണിക്കുന്നത് വെർനിയർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റീഡിംഗ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് വെർനിയർ കാലിപ്പർ. ഏതൊക്കെ ടൈപ്പ് വെർനിയർ കാലിപ്പർ ഉണ്ട്? ടൈപ്പ് എ, ടൈപ്പ് ബി ആൻഡ് ടൈപ്പ് സി. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എ. ഇതാണ് ടൈപ്പ് എ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ടൈപ്പ് എ. അതായത് നമുക്ക് ഒരു ഫിക്സഡ് ജോ ഉണ്ട്, മൂവബിൾ ആയിട്ടുള്ള ജോ ഉണ്ട്, ഡെപ്ത് മെഷർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ജോസ് ആർ പ്രൊവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഫോർ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മെഷർമെൻറ്റ്. അപ്പോൾ ടൈപ്പ് എയിൽ ഇന്റേണൽ മെഷർമെൻറ്റിന് വേണ്ടി ജോസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ മെഷർമെൻറ്റിന് വേണ്ടിയും ജോസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലേഡും ഉണ്ട്. 1 ബ്ലേഡ് ഈസ് ഓൾസോ ഫിറ്റഡ് ടു മെഷർ ഡെപ്ത്. ഇതാണ് ടൈപ്പ് എ വെർനിയർ കാലിപ്പർ. ദെൻ ടൈപ്പ് ബി. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ ജോസ് ആർ പ്രൊവൈഡഡ് ഓൺ ഓൺലി 1 സൈഡ് ഫോർ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മെഷർമെൻറ്റ്. അപ്പോൾ ടൈപ്പ് ബി വെർനിയർ കാലിപ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഡെപ്ത് മെഷർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല, മറിച്ച് അവിടെ ഒരു സൈഡിൽ മാത്രമേ ജോസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൽ തന്നെയും ഈ ജോസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റേണലും എക്സ്റ്റേണലും മെഷർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇന്റേണൽ മെഷർമെൻറ്റിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും എക്സ്റ്റേണൽ മെഷർ ചെയ്യാനുള്ള സർഫസ് ആണ്. ദെൻ ഈ കാണുന്നത് ഇന്റേണൽ മെഷർ ചെയ്യാനുള്ള ഫേസസ് ആണ്. അപ്പോൾ ഡെപ്ത് മെഷർ ചെയ്യാനുള്ള പ്രൊവിഷൻ ടൈപ്പ് ബിയിൽ ഇല്ല. ഇതാണ് ടൈപ്പ് ബി വെർനിയർ കാലിപ്പർ. ദെൻ ടൈപ്പ് സി. ടൈപ്പ് സിയിൽ ജോസ് ആർ പ്രൊവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഫോർ മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ഡയമെൻഷൻസ്. അപ്പോൾ ഇതാണ് ടൈപ്പ് സി. ടൈപ്പ് സിയിലും ഡെപ്ത് മെഷർ ചെയ്യാനുള്ളതില്ല, അവിടെയും ജോസ് 2 സൈഡിലുണ്ട്. അപ്പോൾ ഒരു സൈഡിലുള്ളത് നമുക്ക് ജോസ് കൊണ്ട് എക്സ്റ്റേണലും അതുപോലെ തന്നെ ഇന്റേണലും ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കാം. ദെൻ ഒരു സൈഡിലുള്ളത് നൈഫ് എഡ്ജ് ആണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ മാർക്കിംഗ് പർപ്പസ്. Then in both type B and type C there is no provision for depth measurements. ഇനി അടുത്തതാണ് വെർനിയർ ഹൈറ്റ് ഗേജ്. എന്താണ് വെർനിയർ ഹൈറ്റ് ഗേജ് നോക്കാം. വെർനിയർ ഹൈറ്റ് ഗേജ് is similar to vernier caliper, but in this instrument the graduated bar is held in a vertical position and it is used in conjunction with a surface plate. For vernier height gauge നമ്മൾ യൂസ് ചെയ്യുന്നത് with the help of a surface plate ആയിരിക്കും. ഇതാണ് വെർനിയർ ഹൈറ്റ് ഗേജ്. അപ്പോൾ ഇവിടെ മെയിൻ സ്കെയിൽ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും, മെയിൻ സ്കെയിലും അതുപോലെ വെർനിയർ സ്കെയിലും. വെർനിയർ ഹൈറ്റ് ഗേജ് ഒരു ബേസ് ഉണ്ടാകും. ഈ ബേസ് സർഫസ് പ്ലേറ്റിന് മുകളിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് ലോക്ക് നട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു മൂവബിൾ ആയിട്ടുള്ള ജോ ലോക്ക് ചെയ്യാനും ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പർപ്പസിനാണ് ഈ ഒരു ലോക്കും. A vernier height gauge consists of a finely ground and lapped base. The base is massive and robust in construction to ensure rigidity and stability. അപ്പോൾ ഒരു ബേസ് ഉണ്ടാകും, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബേസ് ആയിരിക്കും വെർനിയർ ഹൈറ്റ് ഗേജിന് ഉണ്ടാകുക. അതിൻ്റെ ബോട്ടം സർഫസ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിരിക്കും.
അല്ലാത്ത പക്ഷം അത് സർഫസ് പ്ലേറ്റിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടം സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. ദെൻ എ വെർട്ടിക്കൽ ഗ്രാജുവേറ്റഡ് ബീം ഓർ കോളം സപ്പോർട്ട് ഓൺ എ മാസീവ് ബേസ്. അപ്പോൾ അതാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ടാകും. Then attached to the beam is a sliding vernier head carrying the vernier scale and a clamping through. അപ്പോൾ ഇതാണ് സ്ലൈഡ് ചെയ്യാവുന്ന വെർനിയർ സ്കെയിൽ. അവിടെ സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. An auxiliary head which is also attached to the beam above the sliding vernier head. It has fine adjustment purpose. അപ്പോൾ ഇവിടെ ഒരു ഓക്സിലറി ഹെഡ് ഉണ്ടാകും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓക്സിലറി ഹെഡിൻ്റെ ഉദ്ദേശം. Then a measuring jaw or a scriber attached to the front of the sliding vernier. അപ്പോൾ വെർണിയറിൻ്റെ സ്ലൈഡ് ചെയ്യുന്ന വെർണിയറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മാർക്ക് ചെയ്യാനുള്ള ഒരു സ്ക്രൈബർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ദെൻ യൂസ് വെർണിയർ ഹൈറ്റ് ഗേജിൽ യൂസ് എന്തൊക്കെയാണ്? മാർക്കിംഗ് ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ്സ്. അപ്പോൾ നമുക്ക് ഡേറ്റ ആയിട്ട് വെക്കുക സർഫസ് പ്ലേറ്റ് ആണ്. ദെൻ ആ ഡേറ്റത്തിൽ വെച്ചുകൊണ്ട് ഹൈറ്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു മെഷർ ഡിഫറൻസസ് ഇൻ ഹൈറ്റ്സ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ദ ടൂൾ റൂം ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. The important features of vernier height gauge are all the parts are made up of good quality steel or stainless steel. The beam should be sufficiently rigid square with the base. Then the measuring jaw should have a clear projection from the edge of the beam at least equal to the projection of the base from the beam. The upper and lower engaging surfaces of the measuring jaw shall be flat and parallel to the base. Then the scriber should also be of the same nominal depth as the measuring jaw so that it may be reversed. The projection of the jaw should be at least 25 mm. ഇതൊക്കെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വെർനിയർ ഡെപ്ത് ഗേജ് ആണ്. അപ്പോൾ എന്താണ് ഡെപ്ത് മെഷർ ചെയ്യുക, ആ ഒരു പർപ്പസിന് വേണ്ടിയുള്ള എന്നാൽ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. വെർനിയർ ഡെപ്ത് ഗേജ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡെപ്ത്സ് ഓഫ് ഹോൾസ്, സ്ലോട്ട്സ് ആൻഡ് റെസസ് ടു ലൊക്കേറ്റ് സെൻറ്റർ ഡിസ്റ്റൻസസ് എക്സെട്ര. ഇതാണ് വെർനിയർ ഡെപ്ത് ഗേജ്. ഇവിടെ ഒരു മെയിൻ സ്കെയിലുണ്ട്, ഈ കാണുന്ന പോലെ ഒരു വെർനിയർ സ്കെയിലുണ്ട്, ദെൻ ഒരു ബേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെഡ് എന്ന് പറയുന്നത് മൂവബിൾ ആയിട്ടുള്ള ഒരു ഹെഡാണ് ഈ കാണുന്നത്. ദെൻ ഈ മൂവബിൾ ഹെഡിൻ്റെ ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ആ ബേസ് ആയിരിക്കും നമ്മൾ ഇത്തരത്തിൽ വർക്ക് പീസിൻ്റെ ടോപ്പ് സർഫസിലായിട്ട് വെക്കുക. ദെൻ അതിന് ശേഷം സ്കെയിലിനെ മൂവ് ചെയ്യുന്നു, സ്കെയിലിനെ താഴോട്ട് മൂവ് ചെയ്ത് അത് ഹോളിൽ അതിൻ്റെ ഡെപ്തിൻ്റെ അത്രയും വെച്ചുകൊണ്ടായിരിക്കും മെഷർമെൻറ്റ് എടുക്കുന്നത്. It consists of a sliding head having flat and true base free from curves and waviness. അപ്പോൾ ഇതായിരിക്കും ആ സ്ലൈഡ് ചെയ്യാവുന്ന മൂവബിൾ ആയിട്ടുള്ള ഹെഡ്. അതിൻ്റെ ഈ ഒരു സർഫസ് ബോട്ടം സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. A graduated beam known as main scale, the sliding head slides over the graduated beam. അപ്പോൾ നമുക്ക് ആ സ്ലൈഡിങ് ഹെഡ് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡെപ്തിലേക്ക് മെയിൻ സ്കെയിലിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെയും നേരത്തെ വെർനിയർ ഹൈറ്റ് ഗേജ് ലെവൽ ഒരു ഓക്സിലറി ഹെഡ് ഉണ്ട് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി. The beam is perpendicular to the base in both directions and its ends square and flat. The end of the sliding head can be set at any point with the fine adjustment mechanism locked and read from the vernier. Then ഇവിടെ നമ്മൾ എത്രയാണോ ഡെപ്ത് അതിനനുസരിച്ച് മെയിൻ സ്കെയിൽ സെറ്റ് ചെയ്യുന്നു, മൂവബിൾ ഹെഡ് മൂവ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്യുന്നു, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു, ദെൻ റീഡിങ്സ് എടുക്കുന്നു with the help of main scale and vernier scale. While using the instrument, the base is held firmly on the reference surface and lowers the beam into the hole until it contacts the bottom surface of the hole. അപ്പോൾ നമ്മൾ ബേസ് ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം ബ്ലേഡ് മൂവ് ചെയ്ത് ഇത് പെർഫെക്റ്റ് ആയിട്ടും ആ ഹോളിൻ്റെ ഡെപ്തിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യുന്നു.
ഇനി അടുത്താണ് മൈക്രോമീറ്റർ. എന്താണ് മൈക്രോമീറ്റർ? മൈക്രോമീറ്റർ എന്ന് പറയുന്നത് കുറേയും കൂടെ പ്രിസൈസ് ആയിട്ടുള്ളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോമീറ്റർ. മോസ്റ്റ് എഞ്ചിനീയറിംഗ് precision works have to be measured to a much greater accuracy than this value in order to achieve the interchangeability of component parts. In order to achieve the greater precision, greater accuracy and sensitivity, then micrometer is used. Micrometer is one of the most common and most popular forms of measuring instrument for precise measurement with 0.01 mm accuracy. Then micrometer with 0.001 mm accuracy are also available. Then ഈ കാണുന്നതാണ് മൈക്രോമീറ്റർ. അപ്പോൾ മൈക്രോമീറ്ററിൽ ഒരു സ്പിൻഡിലുണ്ട്, ആ സ്പിൻഡിൽ ഫേസ് ആണിത്. ദെൻ അൻവിലുണ്ട്, അൻവിലിൻ്റെ ഫേസ് ആണ് ഇത്. ഇതിനിടയ്ക്കായിരിക്കും നമുക്ക് മെഷർ ചെയ്യേണ്ട റോഡ് വർക്ക് പീസ് വെക്കുക. ദെൻ സ്പിൻഡിലെ ലോക്ക് ചെയ്യാനുള്ള ലോക്ക് നെറ്റാണിത്. ഇതാണ് സ്ലീവ്, തിമ്പിൾ, റാച്ചറ്റ്. ദെൻ സ്ലീവിൽ ഇതുപോലൊരു സ്കെയിലുണ്ടാകും, തിമ്പിളിൽ സർക്കംഫറൻഷ്യലായിട്ട് ഒരു സ്കെയിലുണ്ടാകും. പാർട്സ് ഓഫ് ദ മൈക്രോമീറ്റർ. ദെൻ ഫസ്റ്റ് വൺ യു ഷേപ്ഡ് സ്റ്റീൽ ഫ്രെയിം. ഇതാണ് യു ഷേപ്ഡ് സ്റ്റീൽ ഫ്രെയിം. The outside micrometer has U-shaped or C-shaped frame. It holds all the micrometer parts together. അപ്പോൾ ഈ ഒരു ഫ്രെയിമാണ് മൈക്രോമീറ്ററിൻ്റെ ഫുൾ പാർട്സിനെ ഹോൾഡ് ചെയ്യുന്നത്. The gap of the frame permits the maximum diameter or length of the job to be measured. അപ്പോൾ ഇത്രയും ഗ്യാപ്പിലായിരിക്കും മാക്സിമം സൈസുള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുക. Then the frame is generally made of steel, cast iron or malleable cast iron or light alloy. Then ഇതാണ് നമ്മുടെ ഡയഗ്രാം. തിമ്പിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. തിമ്പിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സ്പിൻഡിലിനെ മൂവ് ചെയ്തുകൊണ്ട് വർക്ക് പീസുമായിട്ട് സ്ലൈറ്റ് കോണ്ടാക്ട്, ഒപ്റ്റിമം പ്രഷർ കൊടുത്തുകൊണ്ട് കോണ്ടാക്റ്റ് വരുത്തുന്നു. ദെൻ മെഷർമെൻറ്റ് എടുക്കുന്നു. ദെൻ അൻവിൽ ആൻഡ് സ്പിൻഡിൽ. എന്താണ് അൻവിൽ ആൻഡ് സ്പിൻഡിൽ? The micrometer has a fixed anvil and movable spindle ഉണ്ടാകും. The diameter of the anvil is same as the diameter of spindle. The anvils are accuracy ground and lapped with its measuring faces flat and parallel to the spindle. അപ്പോൾ ഈ സ്പിൻഡിൽ ഫേസ് ആയാലും അൻവിൽ ഫേസ് ആയാലും പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. The spindle is a movable measuring face with the anvil on the front side. അപ്പോൾ ഇവിടെ മൂവബിൾ ആയിട്ടുള്ള സ്പിൻഡിൽ അത് മൂവ് ചെയ്തുകൊണ്ട് വർക്ക് പീസ് ഓർ സ്പെസിമെനുമായിട്ട് ജസ്റ്റ് കോണ്ടാക്റ്റിൽ വരുത്തുന്നു, റീഡിങ് എടുക്കുന്നു. Then the spindle engages with the nut. It should run freely and smoothly throughout the length of its travel. Then lock nut. എന്താണ് ലോക്ക് നട്ട്? ഈ കാണുന്നതാണ് ലോക്ക് നട്ട്. എന്തിനാണ് ലോക്ക് നട്ട്? A lock nut is provided on the micrometer spindle to lock it when the micrometer is at correct reading. ഇപ്പോൾ നമ്മൾ സ്പെസിമെൻ വെച്ചു, ജസ്റ്റ് ടച്ച് ചെയ്തു, ദെൻ പിന്നീട് സ്പിൻഡിൽ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാനുള്ളതാണ് ലോക്ക് നട്ട്. ദെൻ ഫോർ സ്ലീവ് ഓർ ബാരൽ. എന്താണ് സ്ലീവ് ബാരൽ? ഈ കാണുന്നതാണ് സ്ലീവ് അല്ലെങ്കിൽ ബാരൽ. ഇതാണ് തിമ്പിൾ. The sleeve is accurately divided and clearly marked in 0.5 mm division. സ്ലീവിൽ നമ്മൾ കണ്ടു സ്കെയിലുണ്ട്, ആ സ്കെയിലിൽ ഓരോ ഡിവിഷനും 0.5 mm ആയിരിക്കും. ദെൻ തിമ്പിളാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. The thimble can be moved over the barrel. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ലീവ് ഓർ ബാരലിന് മുകളിൽ കൂടെ എന്ത് സംഭവിക്കുന്നു? തിമ്പിള് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നു. ദെൻ തിമ്പിളിൽ സർക്കംഫറൻസിലായിട്ട് നമ്മൾ കണ്ട ഒരു സ്കെയില്, ഇറ്റ് ഹാസ് 50 ഈക്വൽ ഡിവിഷൻസ് അറൗണ്ട് ഇറ്റ്സ് സർക്കംഫറൻസ് ആൻഡ് ഈച്ച് ഡിവിഷൻ ഹാവ് എ വാല്യൂ ഓഫ് 0.01 mm. ദെൻ റാച്ചറ്റ്. ഏറ്റവും മെയിനിലായിട്ട് നമ്മൾ കണ്ട ഒരു പോർഷനാണ് റാച്ചറ്റ്.
എന്തിനാണ് റാച്ചറ്റ്? The ratchet is provided at the end of the thimble. It is used to assure accurate measurement and to prevent too much pressure being applied to the micrometer. അപ്പോൾ തിമ്പിൾ തിരിച്ചുകൊണ്ട് ഒരു ഒപ്റ്റിമം പ്രഷറിലായിരിക്കണം സ്പിൻഡിലും അൻവിലും ആ വർക്ക് പീസിൽ ഫോഴ്സ് ചെലുത്തേണ്ടത്. ആ ഒരു ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, റീഡിങ്ങിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒപ്റ്റിമം പ്രഷറിലാണ് കോണ്ടാക്റ്റിൽ വരുന്നത് എന്ന് എൻഷുർ ചെയ്യാനുള്ളതാണ് റാച്ചറ്റ്. When the spindle reaches near the work surface to be measured, the operator uses the ratchet screw to tighten the thimble. The ratchet automatically slips when the correct uniform pressure is applied and prevents the application of too much pressure. Then the principle of micrometer. Micrometer works on the principle of screw and nut. The screw nuttum അത് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ സംഭവിക്കുന്നത് ആ രീതിയിലാണ് ഒരു മൈക്രോമീറ്റർ വർക്ക് ചെയ്യുക. വെൻ എ സ്ക്രൂ ഈസ് ടേൺ ത്രൂ എ നട്ട് ബൈ 1 revolution ഇറ്റ് അഡ്വാൻസസ് 1 പിച്ച് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഒരു സ്ക്രൂ നട്ട് എടുക്കുന്നു, അവിടെ നമ്മൾ നട്ട് തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു 1 പിച്ച് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്നു. Then if the circumference of the screw is divided into n equal parts, then the minimum length is equal to pitch divided by n. നമ്മൾ ഈ മൈക്രോമീറ്ററിന് ലീസ്റ്റ് കൗണ്ട് കാണാൻ പോവാം. എന്താണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് മൈക്രോമീറ്റർ? ഈക്വൽ ടു പിച്ച് ഓഫ് ദ സ്പിൻഡിൽ സ്ക്രൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ. അപ്പോൾ പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. അപ്പോൾ നമുക്കറിയാം പിച്ച് എന്ന് പറയുന്നത് 0.5 അതായത് നമ്മൾ തിമ്പിള് തിരിക്കുമ്പോൾ ഫുൾ റവല്യൂഷനിൽ അത് 0.5 ആയിരിക്കും മൂവ് ചെയ്യുക. സോ അതാണ് പിച്ച്. അപ്പോൾ പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ തിമ്പിൾ എത്രയാ? 50 ഡിവിഷൻസ്. അപ്പോൾ ഈക്വൽ ടു 0.01 mm. ഇതാണ് മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ദെൻ എങ്ങനെ റീഡിങ് എടുക്കാം മൈക്രോമീറ്ററിൽ? അപ്പോൾ അത് നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഈ കാണുന്ന സെൻട്രൽ ലൈനുമായിട്ട് വേണം, ഈ സെൻട്രൽ ലൈൻ ഒരു ബേസ് ലൈനായിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മൾ റീഡിങ് എടുക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് തിമ്പിളിൽ 35, 36, 37 ഡിവിഷൻ, 37ാമത്തെ ഡിവിഷനാണ് ഈ ഒരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ല, അതിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5, 6 6 ഡിവിഷൻ ഉണ്ട്. ഇത് ഓരോന്നും 0.5 ആണ്. 0.5, 1, 1.5, 2, 2.5, 3, 3.5, 4, 4.5, 5. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 5.5 പ്ലസ് സംതിങ് ആണ് നമുക്ക് കിട്ടുന്ന റീഡിങ്. 5 ഉണ്ട്, 5.5 വരെ നമുക്ക് കാണാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞുള്ള റീഡിങ് നമുക്കറിയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? 5 ഉണ്ട്, 5.5 വരെയുള്ള റീഡിങ് നമുക്കറിയാം, പ്ലസ് 35, 36, 37 37ാമത്തെ ഡിവിഷനാണ് ഈ ഒരു ലൈനുമായിട്ട് ഓൾമോസ്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 37 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എത്രയാ? 0.01. 37 ഇൻറ്റു 0.01 എത്രയാ? 0.37. അപ്പോൾ 5.5 പ്ലസ് 0.37 എത്രയായിരിക്കും? 5.87. അപ്പോൾ 5.87 ആയിരിക്കും നമ്മുടെ വാല്യൂ. 5.5 നമുക്ക് ഡയറക്റ്റ് കിട്ടും, കാരണം 5ഉം 5.5ഉം കഴിഞ്ഞാണ് തിമ്പിൾ നിൽക്കുന്നത്. പിന്നെ പ്ലസ് തിമ്പിളിലെ 37th ഡിവിഷനാണ് ആ ഒരു ഹൊറിസോണ്ടൽ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 37 ഇൻറ്റു 0.01 ദാറ്റ് ഈസ് 0.37. 5.5 പ്ലസ് 0.37 ആണ് 5.87. ദെൻ ഇത് അടുത്തൊരു റീഡിംഗ് ആണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ 8 കഴിഞ്ഞാണ് തിമ്പിൾ നിൽക്കുന്നത്. സോ 8 പ്ലസ് ദെൻ തിമ്പിളിലെ 11ാമത്തെയും 12ാമത്തെയും ഡിവിഷൻ ഇടയ്ക്കാണ് ഈ ഒരു ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ 8 പ്ലസ് ദെൻ 11ാമത്തെ ഡിവിഷനും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 പ്ലസ് 11 ഇൻറ്റു 0.01 എത്രയാണ്? 0.11. അപ്പോൾ 8 പ്ലസ്
0.11 പ്ലസ് ദെൻ 11ഉം 12ഉം ഓൾമോസ്റ്റ് നടുക്കായിട്ട് വരുന്നതുകൊണ്ട് ആ ഒരു ഡിവിഷനെ 0.5 ഡിവിഷനായിട്ട് എടുക്കാം. അപ്പോൾ 0.5 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01. അപ്പോൾ അതാണ് 0.005. ദെൻ ടോട്ടൽ റീഡിങ് എത്രയാണെന്നുള്ളത് എടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കമ്പാരേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പാരേറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. താങ്ക് യു.